എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ആർക്കും ഒരു സഹായം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് വിഷമം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കൊച്ചു കഥ ആ വിഷമിച്ചിരിക്കുന്ന ആ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. കഥ എന്താണെന്നറിയോ? ഒരു സ്ത്രീ എന്നും കിണറ്റിൻകരയിൽ പോയി വെള്ളം കൊണ്ടുവരും. അവൾ കൊണ്ടുവരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവളുടെ ഷോൾഡറിൽ, അവളുടെ തോളിൽ ഒരു വലിയൊരു വടി വെച്ച് അതിൻ്റെ രണ്ടറ്റത്തും ഒരു മൺ ബക്കറ്റ് പോലത്തെ ഒരു മൺകലം നിറയാണ് വെള്ളം കൊണ്ട് അവൾ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ എല്ലാ ദിവസവും അവൾ ഈ മൺകലത്തിൽ വെള്ളം നിറച്ച് കിണറ്റിൻകരയിൽ നിന്ന് വീട്ടിലേക്ക് പോകും. പക്ഷേ ഇതിൽ പ്രശ്നം എന്താ അറിയോ? ഈ രണ്ട് മൺകലങ്ങളും, കഥയിൽ ചോദ്യമില്ല കേട്ടോ, ഈ രണ്ട് മൺകലങ്ങൾ ഇങ്ങനെ, അതിലൊരു മൺകലം ഭയങ്കര വിഷമത്തോടെ മറ്റേ മൺകലത്തോട് പറയും, നോക്ക്, എന്നെ കൊണ്ട് ഇവർക്ക് ഒരു ഉപകാരവും, കാരണം ഞാൻ എൻ്റെ മൺകലത്തിൽ മുഴുവനും ദ്വാരങ്ങളാണ്, ഒരുപാട് വിള്ളലുണ്ട്, ഒരുപാട് ക്രാക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കിണറ്റിൻകരയിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഈ മൺകലത്തിലെ വെള്ളം പകുതിയായിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ഈ മൺകലത്തിന് ഭയങ്കര വിഷമം, എന്നെ കൊണ്ട് ഈ സ്ത്രീക്ക് ഒരു ഉപകാരവും ഇല്ലല്ലോ, ഞാൻ പകുതി വെള്ളം എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ, എന്നാൽ മറ്റേ മൺകലാണെങ്കിൽ നിറയെ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഈ സ്ത്രീ കേൾക്കാനിടയായി. അപ്പൊ ഈ സ്ത്രീ പറയാണ്, നീ വിഷമിക്കണ്ട, കാരണം നിനക്ക് വിള്ളലുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, നിന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം നിന്നിൽ ഒരുപാട് വിള്ളലുണ്ടെന്നുള്ളത്. മാത്രമല്ല, നീ പകുതി വെള്ളം മാത്രമേ എനിക്ക് തരുന്നുള്ളൂ എന്ന ബോധ്യവും എനിക്കുണ്ട്. പക്ഷേ നീ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മറന്നുപോയി, ആ കിണറ്റിൻകര തൊട്ട് വീട് വരെ വരുന്നിടത്ത് ഞാൻ ചെറിയ ചെറിയ ചെടികൾ അവിടെ നട്ടിട്ടുണ്ടായിരുന്നു. നീ കിണറ്റിൻകര തൊട്ട് വീട് വരെ വരുമ്പോൾ അവിടെയെല്ലാം നിന്റെ ഈ മൺകലത്തിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടാണ് ആ പൂച്ചെടികളിലെല്ലാം പൂ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ആർക്കും ഉപകാരമില്ല എന്ന് നീ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല, കാരണം നിന്റെ വെള്ളത്തിൽ, നിന്റെ കളത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ വിള്ളലിൽ നിന്ന് വരുന്ന ആ വെള്ളം കൊണ്ടാണ് ആ പൂച്ചെടികളെല്ലാം ഇന്ന് പുഷ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ മൺകലത്തിന് ഒത്തിരി സന്തോഷമായി. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മൾ ആർക്കും ഉപകാരം ഇല്ലാന്നൊന്നും വിചാരിച്ച് നമ്മൾ ആരെയും വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ട്. ആ പദ്ധതി നമുക്കറിയില്ലെങ്കിൽ പോലും അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ പദ്ധതി എന്താണോ എന്നുള്ളത് ദൈവം ആ സമയം, ആ യഥാസമയമാകുമ്പോൾ നമ്മളെ അവിടേക്ക് തന്നെ നയിച്ചുകൊണ്ട് വന്നോളും. നമ്മൾ നമ്മുടെ മനസ്സും കാതുമെല്ലാം ദൈവത്തിങ്കിലേക്ക് ഉയർത്തി പ്രാർത്ഥനാപൂർവ്വം ജീവിക്കുക, അത് മാത്രം ചെയ്താൽ മതി.